AC പോസിറ്റീവ് ടൂ ഡോർ പവർ വിൻഡോ സ്റ്റീരിയോ സെൻട്രൽ ലോക്ക് 2023 മോളിൽ 24 രജിസ്ട്രേഷൻ വണ്ടി എക്സ്റ്റീരിയറിൽ നോക്കുന്ന ടൈമിൽ നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടിരിക്കുന്ന ഒരു വണ്ടിയാണ്. കിലോമീറ്റർ അറിയണമല്ലോ. 7000 ഓട്ടോമാറ്റിക് സെലേറിയോ 2 ഹലോ മുസമാരെ, വെൽക്കം ബാക്ക് ടു സോളോ വില്ലേജ് എഗെയിൻ. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഏകദേശം 70,000 മുതലുള്ള ഓൾട്ടോ മോണക്കുള്ള ലോ ബഡ്ജറ്റ് വണ്ടികളായിരുന്നു കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മോഡൽ കൂടുതലും അതുപോലെ ക്വാളിറ്റി ഉള്ളതും ലോ കിലോമീറ്ററും ആയിട്ടുള്ള വണ്ടികളാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മളുള്ള ലൊക്കേഷൻ പറയുവാണെങ്കിൽ കൊല്ലം ജില്ലയിൽ ചന്ദനത്തോപ്പിലുള്ള ഇൻഡസിൻ്റെ യൂസ്ഡ് കാർ ഷോറൂമിലാണ്. ഡിക്സൺ ചേട്ടാ, വെൽക്കം ടു സോളോ വില്ലേജ്. അപ്പോൾ ഇന്ന് നമ്മൾ ഏത് റേറ്റോട്ടുള്ള വണ്ടികളിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമുക്കിന്ന് അത്യാവശ്യം മോഡലുള്ളതും ക്വാളിറ്റി ലോ കിലോമീറ്റർ നമുക്ക് കാണാം. വാറന്റി കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. തീർച്ചയായും നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഡിക്സൺ ചേട്ടാ, ആദ്യത്തെ വണ്ടി ഓൾട്ടോ കേട്ടൻ ഏതാ വരുന്ന മോഡൽ? ഇത് 2013 മോഡൽ. 13 മോഡൽ വരുന്നത്. ഓൺഷിപ്പ് വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. വണ്ടി എക്സ്റ്റീരിയറിൽ ബോഡി ക്വാളിറ്റി നോക്കുമ്പോൾ വലിയ സ്ക്രാച്ചുകൾ ഡെന്റുകളൊന്നും കാണാനായിട്ടില്ല. VXA ആണ് വണ്ടി വേരിയന്റ് വരുന്നത്. ഇന്റീരിയറിലേക്ക് വരുന്ന ടൈമിൽ ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സീറ്റ് കവർ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടിരിക്കുന്ന ഒരു വണ്ടി എന്ന് തന്നെ പറയാം. 86,614 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. മൈലേജ് ഈ ഒരു വണ്ടിയുടെ നമുക്ക് പറയുവാണെങ്കിൽ ഏകദേശം ഒരു 18-20 എങ്ങനെയാ വില വരുന്നത്? ഇത് നമുക്ക് 1,80,000 കൊടുക്കാം. നമുക്ക് 1,80,000 കൊടുക്കാം. ഫിനാൻസ് കിട്ടും. 2021 മോള് എക്സ്പ്രസോ VXA പ്ലസ് വണ്ടി. VXA പ്ലസ് ആണ് വണ്ടി. എക്സ്റ്റീരിയറിൽ നോക്കുന്ന ടൈമിൽ ബമ്പറിന്റെ ഭാഗത്ത് ചെറിയ സ്ക്രാച്ചുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രണ്ട് 2 ഡോർ പവറിന്റെ ഉണ്ട്. AC പോസിറ്റീവ് 2 ഡോർ പവർ വിൻഡോ സ്റ്റീരിയോ സെൻട്രൽ ലോക്ക് കാര്യങ്ങളെല്ലാം വണ്ടിക്ക് തരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ എഞ്ചിന് ഗിയർ ബോക്സിന് നമുക്ക് 1 ഇയർ വാറണ്ടി ഉൾപ്പെടെ വരുന്നുണ്ട്. ഇന്റീരിയറിൽ നോക്കുന്ന ടൈമിൽ സീറ്റ് കവർ വണ്ടിയിൽ ചെയ്തിട്ടില്ല. ഫ്ലോർ മാറ്റും വരുന്നില്ല. ഇൻബിൽറ്റ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. കറക്റ്റ് എത്രയാണ് ഓടിയിട്ടുള്ളത്? 26,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ലോ കിലോമീറ്റർ വണ്ടിയാണ്. മൈലേജ് ഈ വണ്ടിയും മൈലുള്ള അത്യാവശ്യം രീതിയിൽ കിട്ടുന്ന ഒരു വണ്ടിയാണ്. എങ്ങനെയാ വില വരുന്നത്? ഇത് നമുക്കൊരു 3,75,000 കൊടുക്കാം. 3,75,000 കൊടുക്കാം. ഡൗൺ പേയ്മെന്റ് എത്ര? നമുക്കൊരു 30 അടച്ചാൽ മതി. 2025 മോഡൽ ബെലനോ സീറ്റാ വേരിയന്റ്. സീറ്റാണ് നേരെ താഴെയുള്ള വേരിയന്റ്. 2025 മോഡൽ. അലോയ് വീല് കാര്യങ്ങളെല്ലാം എല്ലാം കമ്പനി ഇമ്പിൾട്ട് വരുന്ന സാധനങ്ങളാണ്. ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. എഞ്ചിന് ഗിയർ ബോക്സിന് വാറണ്ടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ സീറ്റ് ഓർ ഫ്ലോർ മാറ്റ്, ബീസ് മാറ്റ്, സ്റ്റിയറിംഗ് ക്ലിപ്പ് എല്ലാ കാര്യങ്ങളും വണ്ടിക്കുന്നുണ്ട്. എടുത്തിട്ട് ഒരു കാര്യം വണ്ടിക്കകത്ത് ചെയ്യണ്ട. 20,537 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. ഇതിപ്പോ എങ്ങനെയാ വില വരുന്നത്? ഇത് നമുക്കൊരു 8 രൂപ കൊടുക്കുമ്പോൾ 8 ലക്ഷം രൂപ കൊടുക്കാം. ഡൗൺ പേയ്മെന്റ് വരുമ്പോൾ 50,000 ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി. 50 അടച്ചാൽ മതി. ഈ കാണുന്ന ബെലേനോ ഇറക്കാം. ബെലേനോ ഇപ്പം വണ്ടി കിട്ടാൻ വണ്ടി സ്റ്റോക്ക് ഇച്ചിരി ഡിലേ ഉണ്ട്. പുതിയ വണ്ടി വരുമ്പോ എത്ര വരുന്നുണ്ട്? പുതിയ വണ്ടി 10 രൂപ വരുന്നുണ്ട്. 10 ലക്ഷം രൂപ. 2025 മോഡൽ ബെലേനോ സീറ്റ 20,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. ഓക്കെ, ഡൗൺ പേയ്മെന്റ് ഒരു 30 മതി. അടുത്ത ഒരു മൈലേജ് കിങ് ആണ്. 2000 അവകാശപ്പെടുന്നത് 2026 മൈലേജ് ആവശ്യപ്പെടുന്ന 26. നമുക്ക് അത്രയും പ്രതീക്ഷ ഞാൻ അത്രയും കിട്ടും ഞാൻ പറയുന്നില്ല. എന്നാൽ നമുക്കൊരു 10-20 രൂപ മൈലേജ് വണ്ടി കിട്ടും എന്തായാലും. ഓക്കെ, ഏതാ വരുന്ന മോഡൽ? 2022 മോഡൽ. ഓൺഷിപ്പ് വരുന്ന സിംഗിൾ ഓണർഷിപ്പ് ZXA വേരിയന്റ്. ഇന്റീരിയറിലേക്ക് നോക്കുന്ന ടൈമിൽ നീറ്റായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുള്ള ഒരു വണ്ടിയാണ്. 12,000 കിലോമീറ്റർ കൊണ്ട് കിട്ടുള്ളൂ. ലോ കിലോമീറ്റർ കറക്റ്റ് കിലോമീറ്റർ പറഞ്ഞാൽ 12,911 കിലോമീറ്റർ. എങ്ങനെയാ വില വരുന്നത്? ഇത് നമുക്കൊരു 5 രൂപ കൊടുക്കാം. നമുക്ക് 5 ലക്ഷം രൂപ കൊടുക്കാം. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് അങ്ങനെയുള്ള നത്തിങ് ഒരു റീപ്ലേസ്മെന്റ് വാറണ്ടി വരുന്ന വണ്ടിയാണ്. 1 വർഷം കിട്ടത്തില്ലേ? 1 വർഷം വാറണ്ടി കിട്ടും. വാറണ്ടിയിൽ നമുക്ക് എന്തൊക്കെയാണ് കവർ ചെയ്യുന്നത്? എഞ്ചിന് ഗിയർ ബോക്സ് വയറിംഗ് കിറ്റ് ഇത്രയും ഈ 3 നമുക്ക് 1 ഇയർ വാറണ്ടി കൊടുക്കാൻ പറ്റും. വണ്ടിയുടെ മെയിൻ പാർട്സ് ആണ്. അത് 3 നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റും. അടുത്ത ബെലേനോ ഉണ്ട്. 2019 മോഡൽ ബെലേനോ ഡെൽറ്റയാണ് വേരിയന്റ് വരുന്നത്. 55,000 കിലോമീറ്റർ 4 പുത്തൻ ടയർ. ഇന്റീരിയറിൽ കൊള്ളാം. ഗിയർ നോബ് മാറി നമ്മൾ ഓർഡർ ചെയ്ത സാധനം വരും. ഓക്കെ, ഇൻബിൽറ്റ് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം ഏതാ വേരിയന്റ്? ഇത് ഡെൽറ്റ ആണ്. 4 ഡോർ പവറിന്റെ കാര്യങ്ങൾ എല്ലാം ഓടിക്കാം. എങ്ങനെയാ വില വരുന്നത്? ഇത് നമുക്കൊരു 585 കൊടുക്കാം. 585 ആണ് ചോദ്യം. അടുത്ത ഏതാണ്? അടുത്താണ് ഒരു എർട്ടിക ഏതാ വരുന്നത്? 2022 മോഡൽ. എത്ര കിലോമീറ്റർ? ഇത് 53,000 കിലോമീറ്റർ വേണ്ടി. 53,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള ഒരു എർട്ടിക്കയാണ് ഇത്. സ്മാർട്ട് ഹൈബ്രിഡ് ആണ് വരുന്നത്. വേരിയന്റ് ഏതാണിത്? VXA വേരിയന്റ്. VXA ആണ്. മിഡ് വേരിയന്റ് ആണ്. ടയർ അത് നമ്മൾ 4 ബ്രാൻഡ് ന്യൂ ടയർസ് കിടക്കുന്നത്. പുത്തൻ ടയർ. ബാക്കിൽ ഈ ഒരു സെറ്റ് ആയി കൊടുക്കാം. നമുക്ക് 9,80,000 കൊടുക്കാം. ഡൗൺ നമുക്കൊരു 50 രൂപ അടച്ചാൽ മതി. 9 രൂപ ലോൺ കൊടുക്കാം നമുക്ക്. ഓക്കെ, അടുത്ത ഏതാണ്? അടുത്താണ് ഒരു ബ്രസ 2024 മോഡൽ ബ്രസ. 24 മോഡൽ ബ്രസ LXI ബേസ് വേരിയന്റ്. ഓക്കെ, എക്സ്റ്റീരിയറിൽ വണ്ടി നോക്കുമ്പോൾ സ്ക്രാച്ചുകള് ഡെന്റുകള് ബാക്കിൽ ഒരു
ബമ്പറിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഇതുണ്ട്. ബാക്കിൽ ക്യാമറ ചെയ്തിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അതുപോലെ സെൻസർ വരുന്നുണ്ട്. ഇതൊക്കെ സെൻസർ സ്റ്റോക്ക് വരുന്നുണ്ട്, ക്യാമറ സെപ്പറേറ്റ് ചെയ്തതാണ്. കിലോമീറ്റർ എത്രയാണ്? 6000 കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്. വെറും 6000 കിലോമീറ്റർ, ലോ കിലോമീറ്റർ വണ്ടി, 6000 കിലോമീറ്റർ ഓട്ടുള്ളൂ. സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ നിൽക്കുകയാണ്. വില എങ്ങനെ വരുന്നത്? വില നമുക്കൊരു 8.35 കൊടുക്കാം. നമുക്ക് 8,35,000 രൂപയാണ്. അപ്പൊ ഈ ഒരു വണ്ടിയുടെ വില ചോദിക്കുന്നത്. ഓക്കെ. 4 ഡോർ പവറിന്റെ വരുന്നുണ്ട്. അതെ, 4 ഡോർ പവറിന്റെ സെൻട്രൽ കാറിനെല്ലാം വണ്ടി തരുന്നുണ്ട്. ഓക്കെ. ഡൗൺ പേയ്മെന്റ് എത്ര വേണം? ഡൗൺ പേയ്മെന്റ് നമുക്കൊരു 10-50 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. നമുക്ക് 50 രൂപ അടച്ചു കഴിഞ്ഞാൽ ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ്. മാരുതി സുസുക്കിയുടെ നെക്സയിൽ വരുന്ന XL6 അങ്ങനെ പറയണം. ഏതാ വരുന്ന മോഡൽ? 2024 മോഡൽ. 24 മോഡലാണ്. അലോയ്സ് വരുന്നതാണ്. ആൽഫയാണ്. വണ്ടി എക്സ്റ്റീരിയറിൽ നോക്കുന്ന ടൈമിൽ നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടിരിക്കുന്ന ഒരു വണ്ടിയാണ്. കിലോമീറ്റർ അറിയണമല്ലോ, 7000 കിലോമീറ്റർ. വെറും 7000 കിലോമീറ്റർ. വളരെ തുച്ഛമായിട്ടുള്ള കിലോമീറ്റർ വണ്ടിയാണ്. ഓൺഷിപ്പ് ഒക്കെ എങ്ങനെ വരുന്നത്? ഇപ്പം സിംഗിൾ ഓൺഷിപ്പ്. ആക്സിഡന്റ് എന്തെങ്കിലും പറ്റിയതാണോ? ഒന്നുമില്ല, ഒരു ആക്സിഡന്റ് ഇല്ല. ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ്മെന്റ് അല്ല, ഒരു കുഴപ്പം വണ്ടിക്കത്തില്ല. ഓക്കെ, ഫ്രണ്ട് ഗ്ലാസ് അപ്പൊ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അല്ലാതെ വേറെ അകത്ത് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. ഇന്റീരിയറിലേക്ക് നോക്കുന്ന ടൈമിൽ നല്ല നീറ്റ് ഫ്രഷ്നെസ് ഉണ്ടല്ലോ, ആ ഒരു സ്മെല്ല്. ആ ഒരു ഇതിൽ തന്നെ കിടക്കാണ്. 4 ഡോർ പവറിന്റെ കാര്യങ്ങളെല്ലാം വണ്ടിയിൽ വരുന്നുണ്ട്. വില വരുന്നത് എങ്ങനെയാണ്? ഇത് നമുക്കൊരു 11,40 ഞാൻ കൊടുക്കാം. 11,40,000. പുതിയ വണ്ടി ഏകദേശം ഒരു 15 ചില്ലറ വണ്ടിക്ക് വില വരുന്നുണ്ട്. അടുത്ത ഡിസയർ 2017 മോഡൽ ഡിസയർ VXi. 17 മോഡൽ സ്വിഫ്റ്റ് ഡിസയർ VXi ആണ് വേരിയന്റ് വരുന്നത്. റിവേഴ്സ് സെൻസർ, അതുപോലെ ക്യാമറ കാര്യങ്ങളെല്ലാം വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. ഇന്റീരിയറിലേക്ക് വരണ ടൈമിൽ സീറ്റോർ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോ, അതുപോലെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറർ കൺട്രോൾ കാര്യങ്ങളെല്ലാം വരുന്നൊരു വണ്ടിയാണ്. വില എങ്ങനെയാണ് വരുന്നത്? ഇത് നമുക്ക് 4,35 കൊടുക്കാം. 4,35,000 കൊടുക്കാം. ചോദ്യം, ഡൗൺ പേയ്മെന്റ് എത്ര വേണം? ഡൗൺ പേയ്മെന്റ് നമുക്ക് 4 ലക്ഷം ലോൺ എടുക്കാം. 4 രൂപ വരെ ലോൺ ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണ്. കിലോമീറ്റർ എത്രയായിരുന്നു? 97,000 കിലോമീറ്റർ. 2023 മോള് 24 രജിസ്ട്രേഷൻ വണ്ടി. 4 സിലിണ്ടർ വണ്ടി. വണ്ടി എക്സ്റ്റീരിയറിൽ നോക്കിക്കോ, നീറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡോറിന്റെ ഭാഗത്ത് ചെറിയൊരു ഡോട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലത്തെ ബമ്പറിന്റെ ചെറിയ സ്ക്രാച്ച് ഉണ്ട്. റിവേഴ്സ് സെൻസർ കാര്യങ്ങളെല്ലാം വരുന്ന മോഡലാണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുള്ളത്? ഇത് കിലോമീറ്റർ 30,000 കിലോമീറ്റർ. 30,000 കിലോമീറ്റർ കറക്റ്റ് വണ്ടി ഓടിയിട്ടുണ്ട്. 30,852 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. VXi ആണ് വണ്ടി വേരിയന്റ് വരുന്നത്. മൈലേജ് നമുക്ക് ഒരു 20-21 ഒക്കെ അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. ഈ വണ്ടി ഞാൻ ഉപയോഗിക്കുന്നതാണ്, അതുകൊണ്ട് കറക്റ്റ് മൈലേജ് എനിക്ക് പറയാൻ പറ്റും. ഇത് നമുക്കൊരു 6,80, 6,45 റേഞ്ച് നമുക്ക് കൊടുക്കാം. 6,45 അപ്പൊ ഈ വണ്ടിയുടെ പ്രൈസ് വരുന്നത്. ഞാൻ സെക്കൻഡ്സ് എടുത്തത് 5,40,000 രൂപയ്ക്കായിരുന്നു. 2018 മോഡൽ. ഇത് 2023 മോഡൽ. ഡൗൺ പേയ്മെന്റ് എത്ര വേണം? 50 അടച്ചാൽ മതി. നമുക്ക് 50,000 രൂപ അടച്ചു കഴിഞ്ഞാൽ ഇറങ്ങാൻ പറ്റും. ഓക്കെ. ഏറ്റവും കൂടുതൽ ഇപ്പം ഡിമാൻഡ് ഉള്ള ഒരു വണ്ടിയാണ്. അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉണ്ട്. 30 രൂപയൊക്കെ മിനിമം നല്ല പ്രൊഫൈൽ ആണെങ്കിലും മതി. നല്ല പ്രൊഫൈൽ ആണെങ്കിൽ ഇറക്കി കൊടുക്കാം. ഓക്കെ. ഇതിപ്പോ വാറണ്ടി ഒക്കെ വരത്തില്ല? വാറണ്ടി വരുന്നുണ്ട്. 1 ഇയർ വാറണ്ടി വരുന്ന വണ്ടിയാണ്. ഓക്കെ. 2022 മോഡൽ ഈക്കോ 5 സീറ്റർ AC വണ്ടി. ഓൺഷിപ്പ് ഒക്കെ വരുന്നത്? സിംഗിൾ ഓൺഷിപ്പ്. ഓക്കെ. വണ്ടി എക്സ്റ്റീരിയറിൽ നീറ്റ് ആണ്. വലിയ ഡെന്റുകൾ സ്ക്രാച്ചുകളൊന്നും കാണാനായിട്ടില്ല. കിലോമീറ്റർ ലോ കിലോമീറ്റർ ആണോ? 46,000 കിലോമീറ്റർ ഉണ്ട്. ഓക്കെ. എങ്ങനെയാ വില വരുന്നത്? ഇത് നമുക്കൊരു 5 ലക്ഷം രൂപയ്ക്കുള്ള. 5 ലക്ഷം രൂപയാണ് ഈ ഒരു വണ്ടിയുടെ പ്രൈസ് ചോദിക്കുന്നത്. സീറ്റോർ ചെയ്തിട്ടുണ്ട്. ഫ്ലോർ മാറ്റ് കാര്യങ്ങളെല്ലാം വണ്ടിയിൽ ചെയ്തിട്ടിരിക്കുകയാണ്. കറക്റ്റ് കിലോമീറ്റർ 46,475 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. ഈക്കോയ്ക്കൊക്കെ മാക്സിമം ഒരു 15-16 കിട്ടുന്ന ഒരു വണ്ടിയാണ്. ഓട്ടോമാറ്റിക് സെലേറിയോ 2 വേരിയന്റ് ആണ്. അത് 18 VXi, 18 ZXi. ZXi സെലേറിയോ X എന്ന് പറയുന്ന വണ്ടി രണ്ടും ഓട്ടോമാറ്റിക് ആണ്. ഇതിനകത്ത് അലോയ്സും എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ അലോയ്സ് കാര്യങ്ങളെല്ലാം വണ്ടിയിൽ ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു കളറും അങ്ങനെ അധികം ഒരു സ്പെഷ്യൽ വേരിയന്റ് ആയിട്ട് ഇറക്കിയിട്ടുള്ളതാണ്. വണ്ടി എക്സ്റ്റീരിയറിൽ നോക്കുന്ന ടൈമിലുണ്ടല്ലോ, സ്ക്രാച്ചുകൾ ഡെന്റുകളൊന്നും വലുതായിട്ട് കാണാനായിട്ടില്ല. ZXi ആണ് വണ്ടി വരുന്നത്. റിവേഴ്സ് വൈപ്പർ വരുന്നുണ്ട്. അലോയ്സ് എക്സ്ട്രാ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. ഇതിന് മൈലേജ് ഇപ്പൊ നമുക്ക് എത്ര കിട്ടും? ഓട്ടോമാറ്റിക്കലി നമുക്ക് മാക്സിമം ഒരു 16-17 റേഞ്ചൊക്കെ പറയാൻ മതി. ഓക്കെ. ഇൻബിൽറ്റ് സീരിയോ വരുന്നുണ്ട്. 68,221 കിലോമീറ്റർ ആണ് ഈ ഒരു വണ്ടി ഓടിയിട്ടുള്ളത്. വില വരുന്നത് എങ്ങനെയാണ്? ഇത് നമുക്കൊരു 4,15 കൊടുക്കാം. 4,15,000. ഡൗൺ പേയ്മെന്റ് എത്ര വേണം? നമുക്കൊരു 3-3.5 വരെ ലോൺ കൊടുക്കാൻ വേണ്ടി. 3.5 വരെ ലോൺ ചെയ്യാൻ പറ്റിയ സെലേറിയോ X ആണ്. അടുത്ത സെലേറിയോ ഓട്ടോമാറ്റിക്. അത് 2018 മോഡൽ VXi. ഓൺഷിപ്പ് വരുന്നത് എത്രയാണ്? അത് സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? അത് 78 കിലോമീറ്റർ ഉണ്ട്. 78,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള വണ്ടിയാണ്. ഇന്റീരിയർ നോക്കുന്ന ടൈമിലാണെങ്കിൽ സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ ഇട്ടിരിക്കുകയാണ്. സീറ്റോർ ഒന്നും എക്സ്ട്രാ ചെയ്തിട്ടില്ല. 4 ഡോർ പവറിന്റെ കാര്യങ്ങളെല്ലാം വണ്ടിയിൽ വരുന്നുണ്ട്. ഒരു സ്റ്റീരിയോ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. പ്രൈസ് എങ്ങനെയാണ് ഇതിന്? ഇത് നമുക്കൊരു 3,90 കൊടുക്കും.
3,90,000 രൂപ കൊടുക്കാം. ഓക്കെ. അടുത്ത ഇനി ഏതാണുള്ള വണ്ടി? അടുത്ത നമുക്ക് 2 വെൻഡോ ആണ്. വെൻഡോ 2 മോഡൽ കിടപ്പുണ്ടല്ലോ. ഏതൊക്കെയാണിത്? അത് 2013 2011. ഏതാ വേരിയന്റ് വരുന്നത്? രണ്ടും കംഫർട്ട് ലൈൻ. ഓൺഷിപ്പ് ഒക്കെ എങ്ങനെയാണ്? സിംഗിൾ ഓൺഷിപ്പ്. രണ്ട് വണ്ടി. ഇതെങ്ങനെയാ വരുന്നത്? ഇത് കിലോമീറ്റർ നമുക്ക് 2,35 കൊടുക്കാം. 2,35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള കിലോമീറ്റർ 91 കിലോമീറ്റർ ഓടുന്നുണ്ട്. 91,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള വണ്ടിയാണ്. അലോയ് വീൽ വരുന്നുണ്ട്. 4 പുതിയ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോഡി ക്വാളിറ്റി ആണെങ്കിലും പ്രശ്നമില്ലാത്തൊരു ബോഡി ക്വാളിറ്റിയിൽ കിടക്കുന്നതാണ്. സീറ്റ് കവർ കുഴപ്പമില്ല. ഈ ഒരു സൈഡിൽ വേറൊരു കളർ, ഇവിടെ വേറൊരു ഇതാണ്. ഇത് എക്സ്ചേഞ്ച് എടുത്ത വണ്ടിയാണ്. അടുത്ത വെൻഡോ ഏതാണ് വരുന്നത്? 2011 മോഡൽ. എത്ര കിലോമീറ്റർ? അത് 1,00,000 കിലോമീറ്റർ പോയിട്ടുണ്ട്. 1,00,000 കഴിഞ്ഞിട്ടുള്ള വണ്ടിയാണ്. വില എങ്ങനെ വരുന്നത് ഇപ്പോൾ? ഇത് നമുക്കൊരു 1,80,000 കൊടുക്കാം. 1,80,000 രൂപയാണ് ഈ ഒരു വെൻഡോയുടെ പ്രൈസ് ചോദിക്കുന്നത്. നല്ല നീറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വണ്ടിയാണ്. ഇനി ഏതെങ്കിലും കാണിക്കാനുണ്ടോ വണ്ടി? ഇനി കുറെ വണ്ടി സ്റ്റോക്ക് വരാനുണ്ട്, വന്നുകൊണ്ടിരിക്കാൻ വണ്ടിയല്ല. അപ്പോൾ ഈ വെൻഡോ വോക്സ്വാഗന്റെ വണ്ടിയാണ്. അപ്പം വണ്ടി നമ്മൾ യൂസ്ഡ് കാർസ് ഏത് വണ്ടി എടുക്കാൻ പോയാലും നിങ്ങളൊരു മെക്കാനിക്കിനെ അല്ലെങ്കിൽ ഒരു ഇൻസ്പെക്ടിങ് ടീമിനെ കൊണ്ട് ചെന്ന് വണ്ടി A to Z കാര്യങ്ങൾ ചെക്ക് ചെയ്തെടുക്കുക. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ഡിക്സൺ ചേട്ടൻ്റെ അടുത്ത് പറയാനുള്ളത്, ചേട്ടൻ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അല്ലേ, ഒരു വീഡിയോ കണ്ടുവരുന്നവർക്ക് ഞാൻ പ്രൈസേ പറയത്തുള്ളൂ, വണ്ടി നോക്കി എടുക്കേണ്ട നിങ്ങളുടെ ഉത്തരവാദിത്തം. പ്രൈസ് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ ഒരു വിശ്വാസമുണ്ട്. അതാണ് ഇത്രയും നാളും ഇത്ര ഫീമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.